സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. ഉണ്ണീശോയിൽ സ്നേഹമുള്ളവരെ, മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോകജനത കാത്തിരുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത. അതെ, ലോകത്തിനു പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ 25. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്തുമസ് വരവായിരിക്കുകയാണ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യം. പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അപരന്റെ വേദനകൾ മനസ്സിലാക്കി അവനെ ദർശിക്കാനും അവനെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ണീശോ പിറക്കുന്നത്. വികസനത്തിന്റെ ചിറകിലേറി പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ തിരുപ്പിറവിയുടെ മഹത്വം നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്ന ആ രാത്രി പൊന്നും മീറയും കുന്തിരിക്കവുമായി യേശുവിനെ കാണാനെത്തിയത് 3 രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് യേശുവിലേക്കുള്ള വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കും ഒരു തീരുമാനമെടുക്കാം. മറ്റുള്ളവരിലേക്ക് നന്മയിലേക്കുള്ളൊരു വഴികാട്ടിയായി ഞാനും മാറുമെന്ന്. കാരണം അക്രമവും തീവ്രവാദവും സ്ത്രീ പീഡനങ്ങളും മനുഷ്യരാഹിത്യവുമെല്ലാം പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ ഗോപുരങ്ങളായി ചില മനുഷ്യരെങ്കിലും അവശേഷിച്ചില്ല എങ്കിൽ മാനവികതയുടെ പ്രകാശം എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും. ക്രിസ്തുമസിന്റെ സന്തോഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നുണ്ടോ? ക്രിസ്തുമസ് ആഘോഷിക്കുന്ന നമുക്ക് ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൈമാറാൻ കഴിയണം. നന്മയോടും സന്തോഷത്തോടും സമാധാനത്തോടും നീതിയോടും പക്ഷം ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുമസ് അർത്ഥശൂന്യമാണ്. ദൈവപുത്രനോട് ചേർന്ന് നമുക്കും നമ്മുടെ ക്രിസ്തുമസ് അർത്ഥപൂർണമാക്കാം. ബോംഹോ പറഞ്ഞതുപോലെ ഡിസംബർ 25 മാത്രമല്ല, ഓരോ ദിവസവും നമുക്കൊരു ക്രിസ്തുമസ് ആക്കി മാറ്റാം. സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.